ഇന്നത്തെ നോമ്പുതുറ വിഭവം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സ്പൈസി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇഫ്താർ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഏകദേശം വഴന്നു വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ തന്നെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് വലുതൊന്നും എടുക്കേണ്ട, ചെറുതന്നെ മതിയാവും. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ക്യാരറ്റും കിഴങ്ങും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെയാണ്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു മസാലയുടെ പച്ചമണക്ക് നന്നായിട്ട് മാറി കിട്ടണം. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലയുടെ പച്ചമണക്ക് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ വേവിച്ചത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേസ്റ്റ് പോലെ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചിക്കന് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. ഉപ്പൊക്കെ പാകത്തിന് കറക്റ്റാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രെഡൊന്ന് നനച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അതൊന്ന് കവർ ചെയ്തിട്ട് ഒരു ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. റൗണ്ട് ഷേപ്പിൽ അതെങ്കിൽ ഓവൽ ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ബ്രെഡ് നനച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളത്തിലിട്ട് മുക്കിയിട്ട് എടുക്കരുത്. അങ്ങനെയാകുമ്പോൾ കറക്റ്റ് ഷേപ്പാക്കി എടുക്കാൻ കഴിയില്ല. കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് വെള്ളം നനച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെള്ളം കളഞ്ഞിട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലെക്സ് നന്നായിട്ട് പൊടിച്ചിട്ടും എടുത്തിട്ടുണ്ട്. കോൺഫ്ലെക്സിന് പകരം ബ്രെഡ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്കും ആദ്യം മുട്ടയുടെ ബാറ്ററൊന്ന് മുക്കിയിട്ട് കോൺഫ്ലെക്സിൻ്റെ ഇതിലൊന്ന് കവർ ചെയ്തെടുക്കാം. നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. കോൺഫ്ലെക്സിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡ് ക്രംസിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റാണ്. കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളർ മാറി മുരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഉൾഭാഗം പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടിപൊളി സ്നാക്കുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ.